സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യ മഹാസമ്മേളനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. കാനന്നാസു ഉമ്മത്തൻ വാഹിദ ഫബഅസല്ലാഹു النبيين مبشرين منذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. ആദരണീയനായ അധ്യക്ഷൻ ടി പി അബ്ദുൽ ഖായം മദനി, വേദിയിലിരിക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, ഇതിന് മുന്നിലുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരായ സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മഹത്തായ ഐക്യസമ്മേളനത്തിലേക്ക് അള്ളാഹു നമുക്ക് മാർഗദർശനം ചെയ്തിരിക്കുന്നു. ആ അള്ളാഹുവിൻ്റെ സ്തുതി തന്നെയാണ് നമുക്ക് ആദ്യമായി നിർവഹിക്കാനുള്ളത്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥം നമുക്ക് ഇറങ്ങി തന്നിരിക്കുന്നു. എന്തിനാണ് ഈ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ ഇറക്കുകയും ചെയ്തു എന്നത് അള്ളാഹു തന്നെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യവർഗത്തിനിടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാക്കുവാനാണ് വേദഗ്രന്ഥത്തിൻ്റെ അവതരണവും പ്രവാചകന്മാരുടെ ആഗമനമെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഈ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികൾ, അതിൽ അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ്റെ അനുയായികൾ, അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അനുയായികൾ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും യാതനകളും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിൽ നിന്ന് ലക്ഷങ്ങൾ അഭയാർത്ഥികളായി പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ പിഞ്ചു പൈതങ്ങൾ ദയനീയമായി മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു. ബർമയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചതിൻ്റെ പേരിൽ മാത്രം മർദ്ദിക്കപ്പെടുന്നു. ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിൽ നിന്നും IS എന്ന പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്ന മുഴുവനും മുസ്ലിംകളാണ്. അള്ളാഹുവിൻ്റെ ഈ അവസാനത്തെ ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ്. ഇവരൊക്കെ എല്ലാ മോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമുക്ക് മനന്നൊന്ന് പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്ന നിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളായ, നിൻ്റെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അനുയായികളായ, നിന്നെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യരെ നീ തന്നെ രക്ഷപ്പെടുത്തണമേ നാഥ. നിന്നോട് ഞങ്ങൾ ഇന്ന് സങ്കടപ്പെടുകയാണ്. അവരുടെ യോജിപ്പിന് വേണ്ടി, അവരുടെ ഐക്യത്തിന് വേണ്ടിയാണ് നമുക്ക് നിലനിൽക്കാനുള്ളത്. എന്താണ് ഈ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും എല്ലാം പരിഹാരം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ മർദ്ദനത്തിന് പീഡനത്തിന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമായി എന്ന കാരണത്താൽ തന്നെ അറിവ് നടത്തപ്പെടുന്ന സ്ഥിതിയാണ് നമ്മുടെ സമാധാനാന്തരീക്ഷം നിലകൊള്ളുന്ന, യാതൊരു വിദ്വേഷവും വർഗീയതയില്ലാതെ കൊള്ളുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ കൂടി നടക്കുന്നത്. ഒരാൾ ഈ അള്ളാഹു അല്ലാതെ ഒരു ആരാധനയില്ല, മുഹമ്മദ് അള്ളാഹു ദൂതനാണ് എന്ന് അംഗീകരിച്ച് പ്രസ്താവിച്ചു എന്ന കാരണത്താണല്ലോ നിഷ്ഠൂരം നമ്മുടെ അടുത്ത സ്ഥലത്ത് ഇവിടെ കൊല ചെയ്യപ്പെട്ടത്. ഇങ്ങനെ എത്രയെത്ര പേരുകൾ അറിഞ്ഞും അറിയാതെയും ഇതിൻ്റെ പേരിൽ മാത്രം കൊല ചെയ്യപ്പെടുന്നു. അതിൻ്റെ പേരിൽ തന്നെ ജയിലിലടക്കപ്പെടുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കുറ്റമുണ്ടായാൽ കുറ്റമെന്ന് പറഞ്ഞുകൂടാ. ആ കുറ്റമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ കുറ്റം. എത്രയും ക്രൂരവും ഭീകരവുമായി പ്രസംഗിക്കുന്ന, പ്രവർത്തിക്കുന്ന അവർക്ക് യാതൊരു പ്രതികരണവുമില്ല ഗവൺമെൻറ് ഭാഗത്തിൽ നിന്ന്. എന്നാൽ ഒരു മുസ്ലിം സഹോദരൻ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വന്നുപോയാൽ അതിലെവിടെയും വർഗീയതയുണ്ടോ, എവിടെയും തീവ്രതയുണ്ടോ എന്ന് നോക്കി അവൻ്റെ അടുത്ത് ജയിലിൽ പിടിച്ച് എന്തിനാണ് തനിക്കുന്നത് എന്ന് അറിയാത്ത വിധത്തിലാണ് ഇങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ ഇങ്ങനെ അവസ്ഥ സംജാതമാകുമ്പോൾ എന്താണ് അതിൻ്റെ പരിഹാരം? എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഭീകരതയിലേക്ക് എടുത്തുചാടി ഏതെങ്കിലും നിലയ്ക്ക് തീവ്രതയോടുകൂടി നിരപരാധികളായ ഏതെങ്കിലും സഹോദരന്മാരെ, അതും മറ്റ് മനുഷ്യരെ, മറ്റ് മതക്കാരാണോ അല്ലെന്നോ തിരിച്ചറിയാതെ തന്നെ നിർവഹിക്കുന്ന ഈ തീവ്രതയും ഭീകരതയും അതിന് പരിഹാരമാണോ? ഒരിക്കലുമല്ല അതിൻ്റെ പരിഹാരം. എന്താണ് അതിന് പരിഹാരം? അതിന് പരിഹാരം
നമ്മുടെ നാട്ടിൽ ഈ വിശാലമായ ഈ ഭാരതത്തിൽ ഇവിടെ നമുക്ക് അംഗീകരിച്ചു തന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിലനിർത്തുകയും ഈ മതേതരത്വം നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരുമായി ഒത്തുചേർന്നുകൊണ്ട് അവരെ നിലനിർത്തുകയും ആ ഭരണം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതല്ലാതെ തീവ്രതയും ഭീകരതയും അതിനൊരിക്കലും പരിഹാരമല്ല. അതിന് വേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഐക്യമാണ്. എവിടെയാണ് ഐക്യം? ഐക്യം വേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണല്ലോ വേദഗ്രന്ഥത്തിൻ്റെ അവതരണം. അതാണ് ഞാൻ നിങ്ങൾ ആദ്യം ഓതി കൽപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരിൽ നിന്നും എന്നും ഒരൊറ്റ സമുദായമാണ് മനുഷ്യരെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളെന്നോ ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെന്നോ എന്നല്ല, മനുഷ്യരെല്ലാം ഒരൊറ്റ വർഗമാകുന്നു എന്നാണ്. അത് മുമ്പ് അങ്ങനെ ആയിരുന്നോ? മുമ്പ് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയാണ്. ആ പ്രയോഗത്തിന് ശരിയായ അർത്ഥമാണ്. കാന അല്ലാഹു ഗഫൂറുർ റഹീമ, അള്ളാഹു പുറത്തു കൊടുക്കണം കരുണാനിധിയുമാണ് എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നാളെ അങ്ങനെയാണ് എന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അതേ പ്രകാരം തന്നെയാണ് ഈ പ്രയോഗം. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, മനുഷ്യരെല്ലാവരും ഒരൊറ്റ സമുദായമാകുന്നു. എങ്ങനെ ഒറ്റ സമുദായം എന്ന് പറഞ്ഞാൽ ഒരാദർശത്തിന്റെ പേരിലല്ല, അല്ലെങ്കിൽ തത്വത്തിന്റെ പേരിലല്ല, പ്രകൃതിയുടെ പേരിലാണ്. പ്രകൃതി ആ മനുഷ്യർ ഒന്നാവുന്നു. അതിൽ നിന്ന് ആർക്കും വേർതിരിക്കാൻ മനുഷ്യൻ സാധ്യമല്ല. അയാൾ ഈ മനുഷ്യനോട് ജീവിക്കുന്നത് മറ്റു മനുഷ്യരെ ആശ്രയിച്ചാണ്. ഒരു സമൂഹം ജീവിക്കുന്നത് മറ്റു സമൂഹത്തെ ആശ്രയിച്ചാണ്. ഒരു രാഷ്ട്രം നിലകൊള്ളുന്നത് മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിച്ചാണ്. ഏതെങ്കിലും ഒരു സമൂഹമോ ഒരു രാഷ്ട്രമോ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം സമ്പൂർണ്ണമായി നിലകൊള്ളാനുള്ള സംവിധാനം സൃഷ്ടാവ് നമുക്കിവിടെ നൽകിയിട്ടില്ല. ഒരു നാട്ടിൽ ഭക്ഷ്യദ്രവ്യങ്ങൾ ഭക്ഷ്യപദാർത്ഥങ്ങൾ സുലഭമായി ഉണ്ടെങ്കിൽ ആ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് രുചി കേൾക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ മറ്റൊരു നാട്ടിലാണ് അള്ളാഹു സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ യന്ത്രങ്ങൾ കണ്ടുപിടിക്കുവാൻ അതിനുള്ള കഴിവും അതിനുള്ള അറിവും ധാരാളമായി ഉണ്ടെങ്കിൽ ആ യന്ത്രങ്ങൾ ചലിക്കുവാനുള്ള ഇന്ധനം വേറെ അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സമ്പന്നതയും സാമ്പത്തിക ശേഷിയും മറ്റു പല നാടുകളിൽ വിഭിന്നമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഇതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നാണ്. ഒരാരാധനാലയം ഉണ്ടാക്കണമെങ്കിൽ ആരാധനാലയം ആരുടേതാണോ അവിടെ മാത്രം കൈകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, എല്ലാവരുടെയും കൈകൊണ്ട് വേണം. നാം ഉടുക്കുന്ന വസ്ത്രം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ആരാണ് നമുക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഇന്ത്യക്കാരനോ എന്നല്ല, നേരെ മറിച്ച് മനുഷ്യൻ എന്നാണ്. മനുഷ്യർക്ക് വേണ്ടി മനുഷ്യൻ നിർമ്മിച്ചതാണ്. അതാണ് മനുഷ്യർ ഒന്നാകുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ആ മനുഷ്യർ അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. അതും പ്രകൃതിയുടെ തേട്ടമാണ്. കാരണം ബുദ്ധിയുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. മൃഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, മലക്കുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശിലായുഗത്തിലെ മൃഗങ്ങൾ ഇന്നും ജീവിക്കുന്ന ഒരുപോലെയാണ്. അതുപോലെ തന്നെ മാലാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലകൊള്ളുന്നു. മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ ഭൗതിക കാര്യങ്ങൾ ഉണ്ടാവട്ടെ, പക്ഷെ മനുഷ്യന്റെ ബുദ്ധി എത്താത്തയിടത്ത് അവന്റെ ഇന്ദ്രിയത്തിന് വിധേയമല്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം അപകടകരമാണ്. അതെന്നും അവന്റെ ശാശ്വതമായ ജീവിതത്തിന് നിറകെ യാതൊരു സംഭാവന ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മനുഷ്യന് അഭിപ്രായ വ്യത്യാസം പുലർത്തുവരുത്. ഭൗതികമായ കാര്യങ്ങളിൽ എന്തിനാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളാവാം, പക്ഷേ അവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന്റെ കാര്യത്തിൽ അതിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അപകടമാണല്ലോ. അത് മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിയുന്നല്ല. അതിനാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം. അപ്പോൾ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുന്നു. സന്തോഷ വാർത്ത അറിയിക്കുന്ന പ്രവാചകന്മാർ, താക്കീ നൽകുന്ന പ്രവാചകന്മാർ. ഈ വഴിക്ക് പോയാൽ ശാശ്വതമായ സ്വർഗത്തിലേക്ക് എത്താം, തെറ്റിപ്പോയാൽ എന്നും നരകയാതന അനുഭവിക്കേണ്ടി വരും. ഈ പ്രവാചകന്മാർ മനുഷ്യരെയാണ് പ്രവാചകന്മാർ നിയോഗിച്ചത്. വാൻസലമാഹുൽ കിതാബുൽ ഹഖ്, ഏതാണ് സത്യമെന്ന് അവർ വ്യക്തമായി കൊടുക്കുന്ന ഒരു വേദഗ്രന്ഥം ആ പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥം? ലിയഹ്കുമ ബൈനന്നാസി ഫീമാ ഇഖ്തലഫൂ ഫീഹി. മനുഷ്യർ ഭിന്നാഭിപ്രായം വെച്ച് പുലർത്തുമ്പോൾ ആ ഭിന്നാഭിപ്രായത്തിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, നിങ്ങൾ ആത്മീയ മോക്ഷത്തിന് വേണ്ടി ഏത് മാർഗം സ്വീകരിക്കണം, ഏതൊരു മാർഗമാണ് നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്, അത് ആ വേദഗ്രന്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതാണ് വേദഗ്രന്ഥത്തിൽ. ആ വേദഗ്രന്ഥ തീരുമാനം എടുക്കേണ്ടത്. ആ വേദഗ്രന്ഥം ഭിന്നാഭിപ്രായമുള്ള നമുക്ക് തീരുമാനം നൽകുന്നു. പക്ഷേ ഇങ്ങനെ മനുഷ്യരെ പ്രകൃതിയിൽ ഒന്നായി ജീവിക്കുന്ന മനുഷ്യർ ബുദ്ധിപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആത്മീയ മോക്ഷത്തിനും ശാശ്വതമായ രക്ഷയ്ക്കും വേണ്ടിയുള്ളത് ഏതാണെന്ന് വിവരിച്ചു തരാൻ വേണ്ടി വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും വന്നപ്പോൾ എന്തേ ഒരു വേദഗ്രന്ഥത്തിന് അനുയായികൾ ഭിന്നിച്ചു പോകുന്നു? എന്തേ ഒരു പ്രവാചകന്റെ അനുയായികൾ തമ്മിലടിക്കുന്നു? നമുക്കുണ്ടാവുന്ന സംശയമല്ലേ അത്? ഒരു വേദഗ്രന്ഥത്തിന് അനുയായികൾ തന്നെ ഭിന്നിക്കുന്നു, ഒരു ഒരു പ്രവാചകന്റെ അനുയായികൾ തമ്മിലടിക്കുന്നു. എന്താണ് ഇതിന്റെ പരിഹാരം? അതിനാണ് പറയുന്നത്, അത് എന്തുകൊണ്ടുണ്ടായി? പിന്നെയും ഭിന്നിക്കുന്നവർ വ്യക്തമായ തെളിവുകൾ നൽകപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഭിന്നിക്കുന്നത്. ധിക്കാരവും അതിക്രമവുമാണ് അതിന് നിമിത്തമായിട്ടുള്ളത്. അതാണ് ബഗയം ബൈനഹും. അതിനെന്താണ് രക്ഷക്കുള്ള മാർഗം? ഈമാനിലേക്ക് മടങ്ങുക, വിശ്വാസത്തിലേക്ക് തിരിച്ചെത്തുക. വിശ്വാസികളെ ഏതൊരു കാര്യത്തിൽ ഭിന്നാഭിപ്രായം വെച്ച് പുറത്തു പോകുന്നു അത് സത്യത്തിലേക്ക് അവർ നയിക്കുന്നു. ആ നയിക്കുന്നത് അവരുടെ ഐക്യത്തിന് നിമിത്തമായി മാറുന്നു. അതുകൊണ്ട്
അള്ളാഹുവാണ് ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഐക്യമുണ്ടാകുന്നത്, യോജിപ്പുണ്ടാകുന്നത്. മുസ്ലിങ്ങൾക്ക് ഒന്നാമത് ഐക്യപ്പെടേണ്ടത് ഈ ഖുർആനിലൂടെ തന്നെയാണ്. അതാണല്ലോ എന്ന് നമുക്ക് കേൾക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഭാഷ നിങ്ങളെ മുറുകെ പിടിക്കുക. അത് നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമായി നൽകുന്നതാണ് ഐക്യം എന്ന് പറയുന്നത്. മഹത്വമായ ഐക്യ സമ്മേളനത്തിൽ അത് ആ നിയമത്തെ ഓർക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് കുന്തും കുലൂബിക്കും. നിങ്ങൾ അള്ളാഹു ചെയ്ത അനുഗ്രഹം ഓർക്കണം. നിങ്ങൾ ശത്രുക്കളായിരുന്നു, പരസ്പരം അടലാടിയിരുന്ന ശത്രുക്കൾ. കുടുംബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് ഐക്യമുണ്ടാക്കിയിരിക്കുന്നു, യോജിപ്പുണ്ടായിരിക്കുന്നു. തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന അൻസാരികളെയും മുഹാജിറുകളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഇത് എന്നും ഭിന്നിച്ചു നിൽക്കുന്നവർക്ക് ഏത് മനുഷ്യർക്കും ബാധകമാണ്. പിന്നെ അതുകൊണ്ട് ഈ നിലയ്ക്ക് ഐക്യമുണ്ടാക്കാൻ മുഹമ്മദ് നബിക്ക് പോലും സാധ്യമല്ല എന്ന് ഖുർആൻ ഉറച്ചു പറയുന്നു. നബിയോട് പറഞ്ഞു, നബിയെ ഈ ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾ ചെലവാക്കിയാലും ശരി, ഇവർക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അവർ ഹൃദയങ്ങൾ നമ്മൾ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, അവൻ അനുഗ്രഹങ്ങളെ അവനെ സ്തുതി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വേദഗ്രന്ഥത്തിൽ മടങ്ങുക എന്നാണ് നാം ചെയ്യേണ്ടത്. അത് മടങ്ങുമ്പോൾ ഈ വേദഗ്രന്ഥം നമുക്ക് മാത്രമുള്ളതല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഒരേ ആശയമുള്ള, യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ടിരുന്ന ഈ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഇതാ 14 കൊല്ലത്തോളം ഭിന്നിച്ചതെന്ന് നമുക്കറിയാം. അത് ഇന്ന് ഐക്യപ്പെടുകയാണ്. എന്തൊരു അനുഗ്രഹമാണത്, എന്തൊരു സന്തോഷമാണത്. അതിന് അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രം പോരാ, എല്ലാ മുസ്ലിങ്ങൾക്കും യോജിക്കാൻ കഴിയണം. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ അംഗീകരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങളിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സലാം പറയാത്തവരുണ്ട്, സലാം പറഞ്ഞാൽ മടക്കാത്തവരുണ്ട്, നിസ്കരിച്ചാൽ തുടരാത്തവരുണ്ട്. ശരിയല്ലല്ലോ അത്. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം. നമ്മൾ നമസ്കരിക്കുമ്പോൾ ആരെങ്കിലും നമസ്കരിച്ചാൽ, നമ്മൾ ഒരേ ഖിബ്ലക്ക് അഭിമുഖീകരിച്ചാൽ, നമ്മൾ അടുത്ത ആഹാരം കഴിച്ചാൽ അവനാണ് മുസ്ലിം. ആ മുസ്ലിങ്ങൾക്കെല്ലാം ഒന്നായി കൂടെ, അവർക്ക് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചുകൂടെ? പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഈ കിതാബ് വെച്ച് അവർക്കൊന്ന് ചർച്ച ചെയ്തുകൂടെ? ഇത് പറയുമ്പോൾ നമ്മളെ പറ്റി ആരോപണം പറയാനുണ്ട്, നാം മുസ്ലിങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന്. ഒരിക്കലുമില്ല. ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് തിരിച്ചുകൊണ്ടാണ് നാം ശ്രമിക്കുന്നത്. എന്നാൽ ശിർക്ക് ഒരു മഹാപാപമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിന്റെ വചനമാണല്ലോ അത്. ഈ തൗഹീദിന്റെ വചനത്തിന് വിരുദ്ധമായി ഒരു മുസ്ലിം പ്രവർത്തിച്ചാൽ അതൊരു മഹാപാപമായ ശിർക്ക് ചെയ്യുന്നു. പക്ഷേ ഞാൻ തൗഹീദാണ് അംഗീകരിക്കുന്നത്, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും മുശ്രിക്കാക്കി തള്ളുകയില്ല. പിന്നെന്താണ്? ഒരു മഹാപാപം ചെയ്യുന്നവൻ. അതാണ് നിങ്ങൾ 7 മഹാപാപങ്ങൾ ഉപേക്ഷിക്കണം, അതിൽ ഒന്നാമത്തത് ശിർക്കാവുന്നു എന്നാണ്. അതുകൊണ്ട് ഞാൻ മുശ്രിക്കാണ് എന്നൊരാൾ സമ്മതിക്കുന്നത് വരെ അവനെ മുശ്രിക്കായി നാം തള്ളുകയില്ല. ഞാൻ ശിർക്കാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരെ അവൻ നാം മുശ്രിക്കാക്കി തള്ളുകയില്ല. പക്ഷേ ശിർക്ക് അവനുണ്ടാവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന വേദഗ്രന്ഥക്കാരൻ്റെ അനുയായികൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നത്. പക്ഷെ അവർ ശിർക്ക് ചെയ്യുന്നു, അവരെ നമ്മൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു. യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ ബൈനക്കും. വേദക്കാരെ, ഞങ്ങൾ അംഗീകരിക്കുന്ന തത്വമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തത്വം. അതാണ് രണ്ടു കൂട്ടരും ഒരുപോലെ. സവാഇൻ ബൈനനാ ബൈനക്കും യാ കലിമത്തിൻ സവാഇൻ ബൈനനാ ബൈനക്കും, ഒരു വചനം. ആ വചനം നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്നു. ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, അവനാണ് ആരാധനക്കർഹനുള്ളൂ. ഇത് ജൂതന്മാർ അംഗീകരിക്കുന്നവരാണ്, ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ തൗഹീദിന്റെ ആളുകളായി നാം അംഗീകരിക്കും, മുശ്രിക്കുകളെ കാണുന്നില്ല. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയി ശിർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ അവരെ യഥാർത്ഥ മുവഹിദീങ്ങളായി രണ്ടു കൂട്ടുവരെ വചനം അംഗീകരിക്കുന്നതാണ്. ഇന്നല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ. അത് അവിശ്വാസികൾ, വേദക്കാരിൽപ്പെട്ടവരും അറിയപ്പെട്ടവരും വേറെയാണ് എടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവർ മുസ്ലിങ്ങളിൽ ഉണ്ടാവാം, അതുകൊണ്ട് അവർ മുശ്രിക്കുകളായി കണക്കാക്കുന്നില്ല. വ്യഭിചരിക്കുന്നവരുണ്ടാവാം എന്ന് വിചാരിച്ച് എല്ലാവരും വ്യഭിചാരികളായി ഒരു മുസ്ലിമിനെ നമ്മൾ കണക്കാക്കുന്നില്ല. കാരണം വ്യഭിചാരിയാണെങ്കിൽ വ്യഭിചാരിയായ പുരുഷൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ, വ്യഭിചാരിയായ സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ലോ. വിശ്വാസികൾക്ക് അത് ഹറാമാണ്. പക്ഷെ ആരെങ്കിലും വ്യഭിചരിച്ചോ എന്ന് അന്വേഷിക്കാറുണ്ടോ? വ്യഭിചരിച്ചോ എന്ന് സ്വകാര്യത്തിൽ അന്വേഷിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പാപം ചെയ്താൽ ആ പാപിയാണ്. പക്ഷെ അതുകൊണ്ട് അവൻ അതിൻ്റെ ആളായി ചിത്രീകരിച്ച് പുറന്തള്ളുകയില്ല. അതുകൊണ്ട് ഇവിടെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിമുകളുണ്ട്, വിധിയത്ത് ചെയ്യുന്ന മുസ്ലിമുകളുണ്ട്, മഹാപാപങ്ങൾ ചെയ്യുന്നവരുണ്ട്. ആ മഹാപാപങ്ങൾ തൗബയാണ് എന്ന് മടക്കം. ആ തൗബ ചെയ്ത് മടങ്ങുക. മുസ്ലിങ്ങളായി നമ്മൾ അവരെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ആ നിലയ്ക്ക് പരസ്പരം സലാം പറയുവാൻ,
ഈ വേദഗ്രന്ഥം അംഗീകരിക്കുന്നവർ അവരുടെ വിശ്വാസങ്ങൾ ആ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. നമുക്ക് ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാമല്ലോ എന്താണ് ആദർശമെന്ന്. യോജിക്കുന്നതിന് യോജിക്കാം. അതേ അവസരത്തിൽ നാം ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്, ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നമ്മൾ ഒരു മതേതര ഭൗതിക രാഷ്ട്രത്തിലാണ് നമുക്ക് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിങ്ങളൊന്നായാൽ പോരാ. ഇവിടുത്തെ മുസ്ലിങ്ങളെ പോലെ തന്നെ ത്യാഗവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരു വിധമാണ് ദലിതർ, താഴേക്കടലിൽ നിൽക്കുന്ന ദലിതർ. ഈ ദലിത് സമൂഹം നമ്മൾ വലിയ ശക്തിയാണ്, പക്ഷേ അവരെ ആരും നിന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പീഡനങ്ങളും മർദ്ദങ്ങളും അനുഭവിക്കുന്ന ദലിതർ, ആ ദലിതരും മുസ്ലിങ്ങളും അവർക്കിവിടെ ആ ദലിതർക്ക് മനുഷ്യത്വം നൽകി അവരെ മനുഷ്യരായി പരിഗണിച്ചു എന്നതാണ് വാസ്തവത്തിൽ ദലിതരുടെയും മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് മുസ്ലിമിനോടും ഇസ്ലാമിനോടും ഏറ്റവും വിരോധം ഉണ്ടാകാൻ കാരണം. അവരെ അടിമകളായി വെച്ചിരുന്നു, അവരെ തൊടാൻ പാടില്ല, തീണ്ടിക്കൂടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഇസ്ലാം കടന്നു വന്നപ്പോൾ അവരെല്ലാവരും മനുഷ്യരാണ്, ഏകോദര സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇത്ര വലിയ ശത്രുത വരാൻ കാരണം. പക്ഷെ ആ ദലിതർ ഇന്നും മുസ്ലിങ്ങളെ പോലെ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുമായി ഈ നിലയ്ക്കല്ല ബന്ധം നമ്മൾ ശരിക്കും മാനുഷിക ബന്ധം പുലർത്തുകയും മാത്രമല്ല, ഒരു വലിയ സംഘമുള്ള ഈ നാട്ടിൽ ഭീകരത അതിന് പരിഹാരമല്ല, തീവ്രത അതിന് പരിഹാരമല്ല. ഇവിടെ ഒരു ജനാധിപത്യ സമ്പ്രദായം നിൽക്കുന്ന മതേതരത്വ രാഷ്ട്രമാണിത്. അതുകൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഈ ജനാധിപത്യം നമ്മൾ നിലനിർത്തണം. ഇതിൽ ഏറ്റവും ഉഗ്രമായ ഏറ്റവും മൂർച്ചയുള്ള ആയുധം ബോംബുകളല്ല, വാളുകളല്ല, കുന്നുകളല്ല, നിരമറിച്ച് മനുഷ്യന്റെ ബാലറ്റ് പേപ്പറുകളാണ്. അതുകൊണ്ട് ആ ബാലറ്റ് പേപ്പർ അത് ഒന്നിച്ച് ഏകോപിച്ച് ദലിതരുടെയും ഈ ന്യൂനപക്ഷത്തിന്റെയും ഈ ദൈവത്തിനടുത്താൻ നിൽക്കുന്നവരെയും ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള ശ്രമം അതോടെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ തികച്ചും അത് അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം ത്യാഗം സഹിച്ചവരാണ് മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ദലിതരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ശ്രമിക്കണം. അതിനുള്ള ദിശാബോധം നമുക്ക് ഉണ്ടാവണം. അതാണ് ഈ സമയത്ത് നിങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് അള്ളാഹു നേർമാർഗം കാണിച്ചു തരും. അതിനുള്ള പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്രാഫീല ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമഖ്തലിഫ ഫീഹി മിൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹുവിന്റെ റസൂൽ രാത്രി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഇസ്രാഫീലിന്റെയും നാഥനെ വിളിച്ചുകൊണ്ട് റബ്ബേ നീയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നവൻ, നേർമാർഗത്തിലേക്ക് എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ നാം പ്രാർത്ഥിച്ച് മനുഷ്യരെ ഒന്നായി നിർത്തി മുസ്ലിങ്ങൾ ഈ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഒരേ പ്രവർത്തിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തമായ ഈ സംവിധാനം നമ്മുടെ ശ്രമിക്കുള്ള ശരിയായ ബാലറ്റ് പേപ്പറിന്റെ ആ അവകാശം ദുരുപയോഗപ്പെടുത്താതെ ഒന്നിച്ച് ദലിതരും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്നാൽ ഇവിടെ നമുക്ക് ജനാധിപത്യവും മതേതരത്വവും എന്നും നിർത്താൻ സാധിക്കും. അതിനുള്ള കൂട്ടായ്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഐക്യം അതിനുകൂടി ഒരു മാർഗദർശനമാവട്ടെ, ലോക മുസ്ലിംകളാവാനും ഒരു മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും അനുഭവിച്ചു മരിച്ചുപോയവരുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് ഈ ഇസ്ലാഹി പ്രശ്ന ഭാഗഭാഗമായിരിക്കുമ്പോൾ ജനാബ് അബ്ദുറഹ്മാൻ വെളുത്ത് മരിച്ച് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പോലുള്ള സഹോദരന്മാരെ നമ്മളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. آمين آمين برحمتك يا أرحم الراحمين. وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله.